ഇത് 3 ട്യൂൺ ഡോർബെൽ UM66 ഇതൊരാഴ്ച 3 കാലിൻ്റെ ആണ്. 3 കാല് 1 2 3. ഇത് ട്രാൻസിസ്റ്റർ, ഇത് 3 കാലിൻ്റെ തന്നെ വേണ്ട. ഒരു സ്പീക്കർ, ഒരു റെസിസ്റ്റൻസ് 1K, പിന്നെ ഒരു ഡയോഡ് ഇടണം. ഇത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതാണ്, ഉണ്ടാക്കി കളിക്കാൻ. ഇത് വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ കാണിക്കുക. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അറിയില്ല എത്ര ആൾക്കാർക്ക്, പഠിക്കുന്ന കുട്ടികൾക്കൊന്നും അറിയില്ല എങ്ങനെയാണ് ഇതിന്ന് കണക്ട് ചെയ്യുക. ഏസിയ ഭാഗം കണ്ട, ഇത് പരന്ന ഭാഗമാണ്. ഇത് കേട്ട പരന്ന ഭാഗം, പരന്ന ഭാഗം IC. ഇത് ഈ പരന്ന ഭാഗം തന്നെ ട്രാൻസിസ്റ്ററിൻ്റെ പരന്ന ഭാഗം. ഈ 2 രൂപ, ഇതിനൊരു 10 രൂപ വരുള്ളൂ. ഈ ഡയോഡിന് 1 രൂപ, ഇത് റെസിസ്റ്റൻസിന് 1 രൂപ, പിന്നെ ഈ സ്പീക്കറിന് 15 20 വരും. പിന്നെ സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ച് അടച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്. ഇത് 3 തരത്തിലുള്ള സൗണ്ടുകൾ ഉണ്ടാക്കും. ഇത് അതേമാതിരി തന്നെ കണക്ട് ചെയ്താൽ മതി. അറിയാത്തവർക്ക് അറിയാൻ വേണ്ടി മതി വരച്ചാൽ അറിയില്ല അറിയാത്തവർക്ക്. ഇതെങ്ങനെ കണക്ട് ചെയ്ത് ഇത് കാണുന്ന ട്രാൻസിസ്റ്റർ ഇതിങ്ങനെ കാണിച്ചാൽ അറിയാത്തവർക്ക് ഇത് അറിയുള്ളൂ. പഠിച്ചിട്ടുള്ളവർക്ക് ഇത് ഇങ്ങനെ കാണിച്ചാൽ അറിയാം. ഇത് കണ്ട ഇത് ഇങ്ങനെ ബാറ്ററി 1.1 ചെറിയ ബാറ്ററി 3 വോൾട്ടിൻ്റെ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശബ്ദിച്ചു തുടങ്ങും. ഇത് തന്നെ ഇത് ഇങ്ങനത്തെ ഒരു ബാറ്ററി, ഇങ്ങനത്തെ 2 ബാറ്ററി, ഇങ്ങനത്തെ 2 ബാറ്ററി മേടിക്കുക. പിന്നെ ഈ സർക്യൂട്ടാണ്, ഈ കാണുന്ന ഈ സർക്യൂട്ടാണ് ഇത് കണ്ട. നോക്കുമ്പോൾ നോക്കുമ്പോൾ അറിയാം. പിടിച്ച് നോക്കിയാൽ UM66 എന്ന് പറയുന്നത്. പിന്നെ IC, ഇത് ട്രാൻസിസ്റ്റർ, ഇത് പരന്ന ഭാഗം തന്നെ. ഇത് പരന്ന ഭാഗം, ഇത് പരന്ന ഭാഗം. ഇതേമാതിരി തന്നെ ഇത് ഇതിൽ കണക്ട് ചെയ്തേക്കുക. ഇത് വെറുതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് വിരിച്ച് സോൾട്ട് ചെയ്ത് വെച്ചേക്ക്. ഇത് അതിന് വേറെ കൈ കൊണ്ട് വിരിച്ചിട്ട് ഇത് ഉണ്ടാക്കാം. പിന്നെ സ്പീക്കറിൽ കണക്ട് ചെയ്തേക്കുന്നത് കണ്ട. സ്പീക്കർ, അതായത് ഈ കാണുന്ന സ്പീക്കറാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ബാറ്ററി എന്ന് പറഞ്ഞത് ഈ കാണുന്ന ബാറ്ററിയാണ്. ഇതൊരു കവറിൽ ഇതൊക്കെ മേടിക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കാൻ എളുപ്പമുണ്ടാക്കാം. ഇതാണ് ഈ സൗണ്ട് ഉണ്ടാക്കണ IC സൗണ്ട് ഉണ്ടാക്കണത്. ഇത് ട്രാൻസിസ്റ്റർ, ഇതിന് ഒന്ന് പവർ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്പീക്കറിലേക്ക് ശബ്ദിക്കും. ഇന്ന് കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റും. കറണ്ടൊന്നും പിടിയില്ല. 3 വോൾട്ടുള്ള ബാറ്ററി, 3 വോൾട്ട് ബാറ്ററി കാരണം കറണ്ടൊന്നും പിടിക്കില്ല. ഇത് നാശാവില്ല. ഇവിടെ ഡയോഡ് ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ കണക്ഷൻ 3 വോൾട്ട് എന്ന് പറഞ്ഞാൽ വയർ വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ കൊടുക്കേണ്ടത് ഈ നെഗറ്റീവ്, ഈ ബ്ലാക്ക് വയർ ഇല്ലേ, ഇത് കാണാം. ഈ ബ്ലാക്ക് വയർ റെഡ് വയർ, ഇത് കോയിലാണ്. ഇത് ഇതേമാതിരി ഈ വയറിൻ്റെ മാലിന്യത്, ഈ വയറിൻ്റെ മാലിന്യ, ഇത് ഇൻസുലേഷനുള്ള, ഇത് ടച്ചായ കുഴപ്പമില്ല, കൂട്ടി പിടിച്ചാൽ ഇതല്ല ഈ വയറിൻ്റെ മാലിന്യം. ഇതിൻ്റെ കണക്ഷൻ വിട്ട് പോയിട്ട് അങ്ങനെയാണ്. എന്നിട്ട് ഇത് തിരിച്ചമർച്ച് ഇവിടെ കണക്ട്, ഈ ചുവപ്പ് ഭാഗം ഇവിടെ കണക്ട് ചെയ്യുക, റെഡ് ഭാഗം ബ്ലാക്ക് ഭാഗം ഇവിടെ കണക്ട് ചെയ്താൽ ഈ IC നാശം. അത്ര നാശം. എന്നാൽ ഇങ്ങനെ ഒരു ഡയോഡ് ഉണ്ട്. അതായത് ഡയോഡ് എന്ന് പറഞ്ഞ സാധനം ഈ കാണുന്നത് വേണ്ട. ഈ കറുത്തത് ഇവിടെ കാണുന്നത്. ഇതിട്ട് കഴിഞ്ഞാൽ അതാണ് ഈ കാണുന്നത്. ഈ തല തിരിച്ചിട്ടാലും ഒരു കുഴപ്പമില്ല. ഡയോഡ് ഇങ്ങനെ ഇടണം. ഇവിടെ സിൽവറിൻ്റെ കളർ ഇവിടെ ഇതായിട്ടുള്ളത്. അപ്പോൾ ഈ കണക്ഷൻ അങ്ങോട്ട് ഇവിടെ തിരിച്ചു കൊടുത്താലും ഇത് നാശാവില്ല, അല്ലെങ്കിൽ ഇത് നാശമാവും. കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടി എളുപ്പമുള്ള നല്ല മ്യൂസിക്കുള്ള സർക്യൂട്ടാണ്.